ഗൈസ്, നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോവാൻ സമയത്ത് ഒരു റീൽസ് എടുത്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നേ? എവിടെ പോകുന്ന ഷാരി. സത്യം പറഞ്ഞ എണ്ണ വാങ്ങിക്കണം. ഓക്കെ, എന്തായിരുന്നു സാധാരണ എണ്ണ വാങ്ങിക്കണം, പക്ഷെ തൈര് വേണം, പാല്. അല്ലടാ, നമ്മൾ എണ്ണ വാങ്ങാനാ പോകുന്നേ. നമ്മൾ എണ്ണയും കൊണ്ട് ചെന്നിട്ട് വേണം അമ്മമ്മയ്ക്ക് മീൻകറി വെക്കാനായിട്ട്. ഓ, അതിനാണ് ഞാൻ സീറ്റ് ബെൽറ്റ് എടുത്തില്ല. ഇത് അടുത്തല്ലേ? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു അല്ലേ? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു ശരിക്കും പറഞ്ഞ. പിന്നെ സാധനം എടുത്തോണ്ട് വലിയ വെയിലും ഇല്ല അന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എനിക്കാണ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാ. മമ്മി ആണ് ഷാരി എത്തി. ഷാരി പോയിട്ട് വരുമ്പം എന്തൊക്കെ മേടിച്ചെന്ന് കാണാം. സത്യത്തിൽ എണ്ണ മേടിക്കാനാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ലിമിറ്റ് ഇട്ടേ മേടിക്കത്തുള്ളൂ അല്ലേ? ന്യൂ ഇയറിന് തീരുമാനിച്ച മേടിക്കാൻ പോകുന്ന സാധനം മാത്രമേ മേടിക്കത്തുള്ളൂ. നോക്കാം. വരട്ടെ. കാരണം എന്നാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ചു വന്നിട്ട് നോക്കാം. ഞാൻ ചിപ്സും മുട്ടയും കൂടെ മേടിക്കും. നമ്മൾ എണ്ണ വാങ്ങിക്കാൻ പോയത്. അപ്പൊ ഇത്ര സാധനം, ഒരു മുട്ട, 2 മുട്ടായി, ഉണ്ണിക്ക് 2 മുട്ടായി. അപ്പൊ അയ്യോ, എണ്ണ വാങ്ങിക്കാൻ പോയപ്പോ ഇത്ര സാധനം പ്രതീക്ഷിച്ചിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോ എന്തോ വാങ്ങിച്ചതെന്ന് നമുക്ക് കാണിച്ചണം. നമ്മളൊരു സാധനം മറന്നു പോയി. എന്തുവാന്ന് പറയട്ടെ? നമ്മൾ മുമ്പേ പറഞ്ഞത് എണ്ണ അല്ലേ? അയ്യോ, മറന്നു. തിരിച്ചു വന്ന് നോക്ക്, നിങ്ങൾ നോക്ക്. തിരിച്ചു വന്ന് അല്ലേ? എണ്ണ മറന്നുപോയി. പറഞ്ഞ സാധനം മേടിച്ചില്ല, ബാക്കിയെല്ലാം മേടിച്ചു. അമ്മയുടെ ഇത് ക്ലിയർ അടിക്കുന്നു. എണ്ണയും കൊണ്ട് ചെന്നില്ലെങ്കിൽ അമ്മ ഒന്നും ഉണ്ടാകത്തില്ല. അമ്മമ്മ ഞങ്ങളെ കൊന്നു കളയും. നമ്മൾ പിന്നെ ഞാൻ പോയി മേടിച്ചോട്ടെ, നിങ്ങളോട് ഇരിക്കോ? ഓടി വരാം. എണ്ണ വാങ്ങിച്ചു, ഇനി വീട്ടിൽ പോണം. ഒരാൾ ഉറക്കം വരുന്നുണ്ട്. ഞാൻ മരത്തെ അപ്പച്ചനോ മരത്തെ കയറി. മരത്തെ കയറി മോൻ വീഴുന്നോണ്ടല്ലേ? മോൻ വീഴത്തില്ലല്ലോ. ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ? കാലൊക്കെ തെന്നിയാലോ? അതുകൊണ്ടാ അപ്പച്ചൻ വഴക്ക് പറയാൻ. ഞാൻ ബിഗ് ആയിട്ടുണ്ട്, അപ്പച്ചൻ കുഞ്ഞ. എനിക്കിതായിരുന്നു. വെള്ളം തരും. വെള്ളം തരത്തില്ല. സിജുവിനോടൊക്കെ കരാട്ടയ്ക്ക് പോണം കേട്ടോ. അമ്മയ്ക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് കേട്ടോ. കരാട്ട കഴിഞ്ഞിട്ട് വന്നിട്ട് കളിക്കാൻ പോകണ്ട മോൻ. ഭയങ്കര ചുമയായിരിക്കും, വൈകുന്നേരം നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ടാ കേട്ടോ. ഉണ്ണിക്കുട്ടി നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ആ നേരം ഉറങ്ങി കഴിഞ്ഞാൽ ലേറ്റ് ആകരുത്. എന്നിട്ട് പിന്നെ കിടന്ന് കരയില്ലേ, കളിക്കാൻ പോകാൻ പറ്റിയില്ലെന്നും പറഞ്ഞു. നേരത്തെ ഉറങ്ങണം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം. അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേക്കുമ്പോ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആരും കളിക്കാനും കാണില്ല. നമ്മള് പാർക്കിങ് ആരോ ഇട്ടു. വീട്ടിൽ എത്തി. ഞാൻ വീട്ടിൽ പോകുന്നേ. അതെ, ആക്ച്വലി അമ്മമ്മ പറഞ്ഞത് എണ്ണ മേടിക്കാനായിരുന്നല്ലോ. സത്യത്തിൽ ഞങ്ങൾ എണ്ണ മേടിക്കാൻ മറന്നുപോയി. 2ാമത് പോയിട്ടാണ് എണ്ണ മേടിച്ചത്. അപ്പൊ എണ്ണയൊക്കെ മേടിച്ച് നോക്കാം. ദേവി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എണ്ണ വാങ്ങിച്ചു.
അമ്മമ്മയ്ക്ക് അച്ചാറിടാൻ കായില്ല എന്ന് നമുക്ക് പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പൊ ഒരെണ്ണത്തിന് കൂടെ ഒന്നും കൂടെ അങ്ങ് മേടിച്ചു. എപ്പോഴും പോകണ്ടല്ലോ നീ. അതെ അതെ കൊച്ചു കറക്റ്റാ. പിന്നെ ഒരു തേയില വാങ്ങിച്ചു, പപ്പടം വാങ്ങിച്ചു, പിന്നെ എന്തിനും ഏതിനും കൂട്ടുള്ള മുട്ട വാങ്ങിച്ചു, പപ്പടം വാങ്ങിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തേൻമുട്ടായി. എന്തിനാ വാങ്ങിച്ചേ? ആവോ പിള്ളേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനങ്ങ് വാങ്ങിച്ചു. പിള്ളേര് പറഞ്ഞില്ല, അമ്മ കഴിക്കാം. ഇത് ഓർമ്മിപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നെ തീപ്പെട്ടി, വിളക്ക് കത്തിക്കാൻ തീപ്പെട്ടി ഇല്ലായിരുന്നു, അപ്പൊ തീപ്പെട്ടി വാങ്ങിച്ചു. പിന്നെ നാളെ പുട്ടോ ഉപ്പുമാവോ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അവധി ദിവസങ്ങളിലാണല്ലോ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ വേണ്ടിട്ട് പഴം വാങ്ങിച്ചു. പിന്നെ ഉണ്ടല്ലോ വാസനം പോലത്തെ അത് വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇവിടെ ആരും കേൾക്കാറില്ല. അപ്പം അത്രേ ഉള്ളൂ. കാണാം അവിടെ തേൻമുട്ടായി. സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങള് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ തൊട്ട് താഴെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നമ്മള് 50 പൈസയോ 15 പൈസയോ അത് വാങ്ങിച്ചോണ്ടിരുന്ന. എവരും ഇഷ്ടമില്ലാത്ത മധുരമുള്ളതുകൊണ്ട് എനിക്കിഷ്ടം, മോച്ചുണ്ടായത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മധുരം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, കണ്ടപ്പോ ഒരു കൊതി. നല്ല മധുരം. ചോറൊക്കെ ഇട്ട് കഴിയുമ്പോ ഓരോന്ന് വെച്ച് കഴിക്കാം. അതിന്റെ കൂടെ ചിലര് കഴിക്കുവോ? ചോറുണ്ട് കഴിയുമ്പോ ഒച്ചച്ച് കഴിക്കും. ഇടയിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം. നമുക്ക് നാട്ടിലത്തെ എന്താ പറയുന്നേ പുളിമുട്ടായി ഇല്ലേ, പുളിമുട്ടായി, പിന്നെ തേൻ മുട്ടായി, പിന്നെ ഈ മിക്സറിന്റെ ഒരു ബോൾസ് ഒക്കെ ഇല്ലേ അതുപോലത്തെ മിഠായി, പിന്നെ നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അങ്ങനെ പലവിധ മിഠായികളുണ്ട്. അടിപൊളി. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലേ അങ്ങനെ കിട്ടും.